ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറേ നാളായല്ലേ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്. ഇന്ന് ഞാൻ ഒരു ക്യാപ്സിക്കം മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടാലോ. ആദ്യമായി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒഴിച്ചതിന് ശേഷം സവാള വലുതായി അരിഞ്ഞത് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ചുവപ്പും പച്ചയും ക്യാപ്സിക്കവും കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് സെയിം പാനിൽ തന്നെ സെയിം എണ്ണയിലേക്ക് ഗ്രാമ്പു, ഏലക്ക, പട്ട ഇതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് അല്ലെങ്കിൽ കുനുകുന അരിഞ്ഞതായാലും മതി. അപ്പോൾ ഞാൻ കുനുകുന അരിഞ്ഞ സവാള കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ട് വരും. നല്ലോണം വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. അതും നല്ലപോലെ വഴറ്റിയെടുക്കാവുന്നതാണ്. കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം. സവാളയും തക്കാളിയും എല്ലാം നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഏകദേശം ആയിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എല്ലായിടത്തും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഗരം മസാലയാണ് ചേർക്കുന്നത്. അതും നല്ലോണം മിക്സ് ചെയ്ത് സവാളയും തക്കാളിയുമായി യോജിപ്പിക്കുക. ഇനി കുറച്ച് ചിക്കൻ മസാല പൗഡർ കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് ഒരു 5 മുതൽ 10 മിനിറ്റിനുള്ളിൽ നല്ലോണം വേവിച്ചെടുക്കുക. കുറച്ചുകൂടെ ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്ത് വച്ചേക്കുന്ന ക്യാപ്സിക്കം ഉള്ളിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കുക. ഏകദേശം നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. ക്യാപ്സിക്കം മസാലക്കറി ഓൾമോസ്റ്റ് റെഡിയായി. ഇത് ചപ്പാത്തിയും ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. വളരെ ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ കറിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ചപ്പാത്തി ചോറിൻ്റെ കൂടെ ആയാലും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.